ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുവിന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനുവദിച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്റ്റും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസുകാരനാ. എന്തായി ചേച്ചി? എന്താവാനാ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. MLA കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? അറിയില്ല. ചേച്ചി പോയ പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിരുന്നു. അച്ഛന്റെ ഫോട്ടോ വേണത്രേ. ചേച്ചി വരാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞ് വെറുതെ ആളായി നടക്കാനാ. അതിനാരെയും നമുക്ക് സമ്മതിക്കണ്ട. MLA ഒന്നും പറഞ്ഞില്ലേ? അപേക്ഷ വാങ്ങി ഫയലിൽ വെച്ചു. വേണ്ടത് ചെയ്യാം, അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ അച്ചടിച്ചു വെച്ച ചില വാക്കുകളും. നമുക്കാരുമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ ഒരു രൂപമില്ല. MLAയുടെ കൂടെയുള്ള ഒരാള് പറയാ, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിന്ന് ഒരു മനുഷ്യനെ മാത്രം എങ്ങനെ തെരഞ്ഞു പിടിക്കാനാണെന്ന്. MLAയുടെ ജോലി അതാണോ എന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അച്ഛനല്ല, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പുതിയ വിവരങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പേര് സച്ചിദാനന്ദൻ, സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇപ്പൊ സസ്പെൻഷനിലാണ്. ഇവിടത്തെ എസ്ഐയുടെ സ്വഭാവവും അന്വേഷണ രീതികളും ഒക്കെ ഞാൻ പറഞ്ഞു. ആവുന്നതൊക്കെ ചെയ്യാൻ ഏറ്റിരിക്കുക. പുള്ളിക്കാരന് ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ആ എസ്ഐ ചോദിച്ച പോലും ചോദിക്കില്ല. ചിലപ്പോ പത്രത്തിൽ വായിച്ചു കാണും, കടവനായിട്ട് ഒരു നോട്ടിലിട്ടപ്പ് സംഘത്തെ കൂടോടെ പിടിച്ചത് സച്ചിയായിരുന്നു. അതുപോലെ തന്നെ മുട്ടത്തറ അമ്പലത്തിലെ വിഗ്രഹമോഷണം, അതും സച്ചിയാ കണ്ടുപിടിച്ചത്. നിങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് പോകുന്ന ദിവസം രാവിലെ എത്ര മണിക്ക് ഉണർന്നു? ഒരു 5:30-6 മണിയായി കാണും. എന്നും ആ സമയത്താണോ ഉണരാറ്? അതെ. എത്ര മണിക്കാണ് പോയത്? രാവിലെ 9:30 ആയിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്? അതെ. ദോശ, ഇഡ്ഡലി, വട, പുട്ട്, കടല. എന്താ കഴിച്ചത്? പറഞ്ഞോളൂ. അന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത്. അച്ഛന് ഉപ്മാവ് വലിയ ഇഷ്ടമാണോ? അതൊക്കെ എന്തിനാ വെറുതെ സച്ചി ഇപ്പോ? അരിയോടല്ല ഞാൻ ചോദിച്ചത്. പറയൂ, അച്ഛന് ഉപ്മാവ് വലിയ ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല. ഇത് ശരിയായ ഉത്തരമല്ല. എനിക്കറിയേണ്ടത് അന്ന് അച്ഛൻ വയറു നിറച്ച് ഉപ്മാവ് കഴിച്ചോ എന്നാണ്. ഉവ്വ്. യാത്ര പുറപ്പെടുമ്പോ അലക്കിത്തേച്ച വസ്ത്രങ്ങളാണോ അദ്ദേഹം ധരിച്ചിരുന്നത്? അതെ. ഇറങ്ങാൻ നേരത്ത് പ്രത്യേകമായി വല്ലതും പറഞ്ഞോ? വികാര വിക്ഷോഭത്തോടെയോ മറ്റോ? അത് മാളുവിനോട് പഠിക്കാൻ പറഞ്ഞു. പിന്നെ ചീരയ്ക്ക് വെള്ളം ഒഴിക്കാനും പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല? ഇല്ല. സ്വാഭാവികമായ ഒരു യാത്ര. കഴിക്കുന്നൊരു കഷായം ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നതാണ് നല്ലത്. വേദനിപ്പിക്കുന്ന ഈ സത്യവും ഒറ്റ വീർപ്പിൽ പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അച്ഛൻ ശേഖരമേനോൻ ഈ ഭൂമുഖത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മരിച്ചു. ആത്മഹത്യയൊന്നുമല്ല. ഒന്നുകിൽ അപകടമരണം, അല്ലെങ്കിൽ കരയണം, കുറെ നേരം കരയണം. ഇല്ലെങ്കിൽ മാനസിക തകർച്ചയുടെ ആക്കം കൂടുകയാണ്. നീ എന്തായി പറയണേ? വെറും സത്യം മാത്രം. നീ ഇങ്ങോട്ട് വന്നേ. ഇത് പറയാനാണോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മേനോ സാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. തെമ്മാടിത്തരാ നീ ചെയ്തത്. ഒരു പിന്നാക്കും അന്വേഷിക്കാതെ ഒരാൾ മരിച്ചുപോയെന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം? ആ കുട്ടികൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഭഗവാനെ? അവരുടെ അച്ഛനല്ലേ, എന്തുമാത്രം സങ്കടം ഉണ്ടാവും.
അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. പോലീസ് മനസാക്ഷി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിയോട് എന്ത് പിണ്ണാക്കടാ നീ ഇപ്പൊ ചെയ്ത്? ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ശേഖരമേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ നാട് വിട്ടു പോയിട്ടില്ല. അങ്ങനെ നാട് വിട്ടു പോകാൻ മനസ്സുള്ള ഒരാൾ വയറു നിറച്ച് ആഹാരം കഴിക്കില്ല, ചീരയ്ക്ക് വെള്ളം നനക്കാൻ പറയില്ല. സ്വാഭാവികമായ ഒരു യാത്ര പറച്ചിലും അയാളെ കൊണ്ട് സാധിക്കില്ല. ഗുരുവായൂർക്ക് പോയ അയാൾ പിന്നെ എവിടെ? ഹരി, ടേക്ക് ഇറ്റ് ഫ്രം മീ. ശേഖരമേനോൻ ഈസ് നോ മോർ. അയാൾ മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. നോൺസെൻസ്. നീ എവിടത്തെ പോലീസുകാരനടാ? ഒരാൾ വഴിതെറ്റി കാട്ടിലകപ്പെടാം, ബോധക്കേട് ഒന്ന് ആശുപത്രിയിലാകാം. അങ്ങനെയുള്ള സകല സാധ്യതകളെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ഒരു വിട്ടിക്കേ സാധിക്കൂ. ഒരു വാക്കുണ്ടെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം വേണ്ട, നിന്റെ അന്വേഷണം വേണ്ട, കണ്ടുപിടുത്തം വേണ്ട, ഒന്ന് വേഗം സ്ഥലപ്പെട്ടേച്ചാൽ മതി. ഹരി, ഞാൻ പറയുന്നത് നോ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഞാൻ സത്യം മാത്രം. പോടാ നിന്റെ സത്യം കൊണ്ട്. ഈ മുട്ടത്തറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? ഒരു 100-150 വേണം. എന്തേ? അല്ല, ഒന്നുമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 150 കിലോമീറ്റർ സഞ്ചരിച്ച് ചേട്ടൻ കൊണ്ടുവന്ന ആള് ബഹുമിടുക്കൻ. ഇയാള് ക്രൈംബ്രാഞ്ചോ അതോ CID-യോ? അല്ല, ഇയാൾ ഏതൊക്കെ കേസാ പിടിച്ചത്? ചേട്ടൻ ഇതുപോലെ മിടുക്കന്മാരെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടോ? നിർത്തറ. ദേഷ്യം പിടിക്കണ്ട. സാധാരണ ഞാനാണ് ചേട്ടനെ ഏടാകൂടത്തിൽ ചാടിക്കാറ് എന്നല്ലേ പറയാറ്. ഈ കേസോ? ഒരു കാര്യം ചേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരാൾക്ക് ഏടാകൂടത്തിൽ ചാടാനാണ് വിധിയെങ്കിൽ ദൈവത്തിന് പോലും അയാളെ തടയാൻ കഴിയില്ല. ആ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷൻ ആയതിലേ ഒരത്ഭുതമില്ല. ഇതല്ലേ കയ്യിലിരിപ്പ്. നീ വലിയ ആളാവല്ലേ? അവൻ മെടുക്കാൻ തന്നെയാടാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. ഒരാളെ കുറേശ്ശെയായി നീട്ടി ദഹിപ്പിക്കുന്നത് സ്ലോ പോയിസണിങ്ങിന് തുല്യ. അവന് തോന്നിയത് അവനങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു. അവന്റെ ആംഗിൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല. വികാരപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഏതൊരാളും നല്ലൊരു പ്രൊഫഷണൽ ആയിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടർ സ്വന്തം മകനെ ഓപ്പറേറ്റ് ചെയ്യില്ല. ഒരു പോലീസുകാരൻ ക്രിമിനലായ തന്റെ അച്ഛന്റെ കൈക്ക് വിലങ്ങ് വെക്കുകയില്ല. നിന്നെ എനിക്ക് പണ്ടേ അറിയില്ലേ ഹരി. ഇഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളാക്കി മാറ്റുന്നവനല്ലേ നീ. അതറിയാവുന്നതുകൊണ്ടാണ് നീ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നത്. നിസ്സംഗമായ നിലപാടോടെ ഈ കേസ് ഞാൻ അന്വേഷിക്കും. ഞാൻ ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. എന്നുണ്ടോ ഈ നടപ്പ്? ഉണ്ട്. ഇല്ല. ഇടയ്ക്ക് 1-2 ദിവസം മുടങ്ങിയില്ലേ? ഇല്ലല്ലോ. ഉവ്വല്ലോ. മകന്റെ കല്യാണം മുടങ്ങിയ ആ സമയത്ത് താങ്കളെ 1-2 ദിവസം ഞാൻ കണ്ടില്ല. ഓ, ശരിയായിരിക്കും. ശരിയാണ്. ആരായാലും അത്തരം ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ ദിനചര്യകളൊക്കെ ഒന്ന് മാറിപ്പോകും. എനിക്ക് നിങ്ങളെ സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. എന്റെ മകന്റെ കല്യാണക്കാരിയൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു? സംഭവം സത്യല്ലേ? എന്നാലും ആരോ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് നിശ്ചയിച്ച കല്യാണം മുടക്കണമായിരുന്നോ? അതോ ആ ഭീഷണിയിൽ വല്ലാതെ അങ്ങ് വരണ്ടു പോയോ? നടന്നോളൂ. ആര് ഭീഷണിപ്പെടുത്തി? ആളിനൊക്കെ എനിക്കറിയാം സാറേ. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ചുമ്മാ. ഞാനേ ഒരു അഡ്വക്കേറ്റാ. ശേഖരമേനോന്റെ മകളെ ആര് കല്യാണം കഴിക്കാൻ വന്നാലും അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അയാളുടെ പേരിൽ ചെറിയൊരു കംപ്ലൈന്റ് താ. നിങ്ങൾക്ക് ഒരു പോറൽ വേൽക്കാതെ ആ ദുഷ്ടനെ ഞാൻ പൂട്ടിക്കോളാം. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് ഇപ്പൊ ഒരു തകരാറുമില്ല. അപ്പോ നേരായ മാർഗത്തിൽ ശ്രമിച്ചാൽ സത്യം പറയുന്ന ആളല്ല നിങ്ങൾ. എന്ത് സത്യം? വേണ്ട, പറയണ്ട. പറയിപ്പിക്കാൻ എനിക്കറിയാം. ഭീഷണിയുടെ കഥ മാത്രമല്ല, ശേഖരമേനോന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടി വരും. എണ്ണി പറയേണ്ടി വരും.